തിരുവോണത്തേരിലേറി പൊൻകണിയായി വരുമോ ഹലോ ഫ്രണ്ട്സ്, പൂരങ്ങളുടെ ഉത്സവമായ ഒരു പൊന്നോണ നാളിൻ്റെ നിറവിലാണല്ലോ നാം ആയിരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലെ വ്യാപാര സ്ഥാപനങ്ങളുടെയും GMM ഹോസ്പിറ്റലിൻ്റെയും ഉള്ളവരുടെയൊക്കെ ഓണ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മതസൗഹാർദ്ദത്തിന് പേരുകെട്ട നാടാണ് മല്ലപ്പള്ളി. മല്ലന്മാരുടെ നാടെന്നും BA-ക്കാരുടെ നാടെന്നുമാണ് ഈ പ്രദേശം അറിയപ്പെട്ടിരുന്നത്. വിദ്യാ സിസ്റ്ററെ, ഈ പ്രാവശ്യത്തെ ഓണം എങ്ങനെയുണ്ട്? എന്താണ് മല്ലപ്പള്ളി പഞ്ചായത്ത് ഈ പ്രാവശ്യം നമ്മുടെ നാടിനു വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഓണത്തിൻ്റെ? നമ്മുടെ കേരളീയ ഉത്സവമാണ് ഓണം. വയനാട് ദുരന്തത്തിൽ നമ്മൾക്ക് ദുഃഖങ്ങളുണ്ടെങ്കിലും ആ പ്രതിസന്ധിയിൽ നിന്നൊക്കെ നമ്മുടെ മലയാളികൾ കരകയറി നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണം വലിയ ആഘോഷമില്ല ഇല്ലെങ്കിൽ തന്നെയും ചെറിയ രീതിയിലൊക്കെ നമ്മൾ ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആശ്രയായി 128 പേരുണ്ട്. ആശ്രയക്കാർ അവർക്ക് കിറ്റ് കൊടുക്കാനുള്ള ഏർപ്പാടായി. അത് 13-ാം തീയതി 11 മണിക്ക് നമ്മളത് ഉദ്ഘാടനം ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലും കൃഷിഭവൻ്റെ നേതൃത്വത്തിലും വളരെ വില കുറച്ച് പച്ചക്കറി ആയാലും എല്ലാ സാധനങ്ങളായാലും വിതരണം ചെയ്യാനായിട്ട് നമ്മൾ വിപണി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പഞ്ചായത്ത് തലത്തിലും എല്ലാവരുടെയും ഒപ്പം നടക്കുന്നു. മല്ലപ്പള്ളിക്ക് എല്ലാവർക്കും എൻ്റെ വക ഓണാശംസകൾ നേരുന്നു ഞാൻ. അമയാണ് മല്ലപ്പള്ളി പട്ടണത്തിൽ നക്ഷത്ര തുടങ്ങാനുള്ളൊരു കാരണം എന്താണ്? ഈ ഓണനാളിൽ എന്തൊക്കെ പ്രത്യേകതകളാണ് കസ്റ്റമർക്ക് വേണ്ടി നക്ഷത്ര ഒരുക്കിയിരിക്കുന്നത്? മല്ലപ്പള്ളിയിൽ നക്ഷത്ര വരാനുള്ള കാരണം അച്ഛയുടെ ഡ്രീമാണ്. അച്ഛൻ ജനിച്ചതും വളർന്നതും ഒക്കെ മല്ലപ്പള്ളിയിലാണ്. പിന്നീട് പഠനത്തിനായിട്ട് കോളേജ് പഠനമൊക്കെ നടന്നതെന്ന് പറയുന്നത് പത്തനംതിട്ടയിലാണ്. കാത്തലിക്കേറ്റ് കോളേജിലാണ് അച്ഛൻ പഠിച്ചത്. അപ്പോൾ ആ പഠന സമയത്തും അച്ഛൻ പോകുന്ന വഴി മല്ലപ്പള്ളി കൂടെയാണ് പോകുന്നത്. അപ്പം അച്ഛൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു ബിസിനസ്. തുണിയൊന്നുമില്ലായിരുന്നു, ആദ്യമേ ഒരു ബിസിനസ് മല്ലപ്പള്ളി വരണമെന്നായിരുന്നു. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റൈൽ ഷോപ്പ് വന്നത് കറുകച്ചാലായിരുന്നു. അതിനുശേഷം നമുക്ക് രണ്ടാമതൊരു കട വേണമെന്ന് ആഗ്രഹിച്ചപ്പോൾ തന്നെ വേറൊരു ഓപ്ഷനുകൾക്ക് നമ്മൾ പോയില്ല. നമുക്ക് 2 ഓപ്ഷനുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അപ്പോഴേ മല്ലപ്പള്ളിയും പത്തനംതിട്ടയുമായിരുന്നു. അപ്പം മല്ലപ്പള്ളിയിലും പത്തനംതിട്ടയിലും നമ്മൾ ഒരേപോലെ പ്രോപ്പർട്ടികൾ നോക്കി തുടങ്ങി. അപ്പോൾ നമുക്ക് ഏറ്റവും നല്ല ഒരു പ്രോപ്പർട്ടി കിട്ടിയത് മല്ലപ്പള്ളിയിലാണ്, ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത്. അങ്ങനെയാണ് നക്ഷത്ര മല്ലപ്പള്ളിയിൽ എത്തിയത്. മല്ലപ്പള്ളിയിൽ എത്തുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു വെഡ്ഡിങ് സെന്റർ ആയിട്ട് എല്ലാവർക്കും എന്ത് മേടിക്കാനായിട്ട് എത്താൻ പറ്റുന്ന ഒരു കടയായിട്ട്, ഒരു ഷോപ്പായിട്ട് മാറണമെന്നായിരുന്നു. അങ്ങനെയാണ് മല്ലപ്പള്ളിയിലേക്ക് നമ്മൾ എത്തുകയും നമുക്കത് സാധിച്ചു എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ ഈ ഓണത്തിന് നക്ഷത്രയിൽ ന്യൂ ബോൺ ബേബീസിന് തൊട്ട് ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വരെയുള്ള എല്ലാ ട്രെൻഡിങ് കളക്ഷനുകളും മോഡേൺ ഡിസൈനുകളും എല്ലാം ഉൾപ്പെടെയുള്ള നല്ല ട്രെൻഡിങ് കളക്ഷനുകൾ ഇപ്രാവശ്യം നക്ഷത്രയിലുണ്ട്. ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് ധാരാളം ഡിസ്കൗണ്ട് ഓഫറുകൾ നക്ഷത്രയിലൂടെ നിങ്ങൾക്ക് ഇത്തവണ ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഇത്തവണ ഓണം നിങ്ങൾക്ക് നക്ഷത്രയോടൊപ്പം ആവട്ടെ. എല്ലാവർക്കും നക്ഷത്രയുടെ ഓണാശംസകൾ നേരുന്നു. സുമേഷ്, ഒരു ഓണനാളിലാണല്ലോ നാം നിൽക്കുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ എന്ന നിലയിൽ എങ്ങനെയാണ് നക്ഷത്രയായിട്ടുള്ള ബന്ധത്തെ നോക്കിക്കാണുന്നത്? വർഷങ്ങളായിട്ട് ഉള്ളൊരു ബന്ധമാണ് നക്ഷത്രയുമായിട്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഏറ്റവും ക്വാളിറ്റി ഉള്ള തുണിത്തരങ്ങളാണ്. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ പ്രൈസ് ഏറ്റവും വിലക്കുറവിൽ നമുക്ക് ലഭ്യമാകുന്നു. എനിക്ക് തോന്നുന്നു നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ഷോറൂമാണ് ഇത്. അതുപോലെ അതിലുപരി നമ്മുടെ ആനിക്കാട് അമ്പലവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യാറുള്ളത്. എൻ്റെ ഫാമിലിക്കും അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തുക്കൾക്കും എല്ലാം ഞാൻ ഈ ഷോറൂം തന്നെയാണ് സജസ്റ്റ് ചെയ്യാറുള്ളത്. ടീച്ചറെ, ഈ ഓണനാളിലാണല്ലോ നമ്മൾ. അപ്പം
ഇവിടെ നക്ഷത്രയിലെ പർച്ചേസിൻ്റെ അനുഭവത്തെക്കുറിച്ചൊക്കെ ഒന്ന് പറയാം. നല്ല കളക്ഷൻസാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട വിലയും നമുക്ക് അനുയോജ്യമായ രീതിയിൽ കുട്ടികൾക്കുള്ളതാണേലും മുതിർന്നവർക്കുള്ളതാണേലും സാരികളാണേലും എല്ലാ തരത്തിലുള്ള തുണികളും നമുക്ക് ഇഷ്ടമനുസരിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കടയാണ്. തുടങ്ങിയ കാലം തൊട്ട് ഞാനിവിടുത്തെ കസ്റ്റമറാണ്. സ്കൂളിലെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാനിവിടെ വന്ന് തുണികൾ എടുക്കാറുണ്ട്. യൂണിഫോം, സാരികളും അതുപോലെ തന്നെ മറ്റ് തുണികളും. ഗോൾഡും ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയമണ്ടിൻ്റെയൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട് ഇവിടെ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കടയാണ്. ഓണത്തെ വരവേൽക്കാൻ മല്ലപ്പള്ളി വലിയ തയ്യാറെടുപ്പോടുകൂടി തന്നെ ഒരുങ്ങിയിരിക്കുകയാണ്. ഓണക്കാലത്ത് സാധാരണക്കാർക്കെല്ലാം നല്ല രീതിയിൽ ഓണം ആഘോഷിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. തൊഴിലാളികളെ സംബന്ധിച്ച്, ക്ഷേമ പെൻഷൻകാരെ സംബന്ധിച്ചുമൊക്കെ അവരുടെ ക്ഷേമ പെൻഷൻ അവരുടെ കൈകളിൽ എത്തിക്കുന്നതിനും ഓണത്തെ വരവേൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ സംസ്ഥാന ഗവൺമെൻറ് വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിന് ശേഷം ഓണവിപണി കുറേ കൂടി സജീവമായി. അതുപോലെ തന്നെ വയനാടിൻ്റെ ദുഃഖം എല്ലാവരുടെയും ഹൃദയത്തിലുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഒരു മോചനം നേടി നല്ല ഓണക്കാലത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മുടെ നാട്ടുകാർ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. മുറ്റത്തെ പൂക്കളത്തിൽ ആടിയ പൂവഴിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ ഉത്രാടപ്പൂനിലാവേ വാ. ജോർജങ്ങളെ, ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഹീറോയുടെ എന്തൊക്കെ ഓഫറുകളാണ് കസ്റ്റമർക്കുള്ളത്, എന്തൊക്കെ ഡിസ്കൗണ്ടുകളാണ് നമ്മുടെ കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്? നമ്മൾ പതിവ് പോലെ എല്ലാ വർഷവും ഓണത്തിനാണ് കൂടുതൽ സെയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രാവശ്യം കമ്പനി നമുക്ക് സ്കൂട്ടറിനെല്ലാം 3000 റുപ്പീസ് എക്സ്ചേഞ്ച് ബോണസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ 125 മോഡൽസ്, ഗ്ലാമർ, സൂപ്പർ സ്പ്ലെൻഡർ എല്ലാത്തിനും ഉണ്ട് നമുക്ക് ഓഫർ. അതുപോലെ നമ്മുടെ എർപ്പൾസ് മോഡൽസിനൊക്കെ നമുക്ക് 5000 റുപ്പീസ് നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്. ഈ വർഷവും നമ്മൾ ഓണം ഏറ്റവും ഭംഗിയായിട്ട് ആഘോഷിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ നമ്മുടെ പ്രിയ കസ്റ്റമർക്ക് നമ്മൾ സമ്പൽ സമൃദ്ധമായ ഒരു ഓണം ആശംസിക്കുന്നു. ബിജുക്കോട്ട, ഈ പ്രാവശ്യം ഓണം എങ്ങനെയുണ്ട്? എങ്ങനെയാണ് കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന സംഭവങ്ങൾ, മൂവ് ചെയ്യുന്ന സാധനം ഏതാണ്? സാധനങ്ങളുടെ വിലകളും ഒക്കെ എങ്ങനെയുണ്ട്? വില അങ്ങനെ നമ്മുടെ മാർക്കറ്റിൽ അങ്ങനെ വലുതായിട്ട് കൂടിയിട്ടില്ല. പിന്നെ ആകെ കൂടി നമുക്കൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളെ ശല്യം ചെയ്തുകൊണ്ട് അത് കുഴപ്പമില്ല, മാറും. ഇടയ്ക്ക് മഴ നിൽക്കുന്നുണ്ട്, 1 മണിക്കൂറൊക്കെ ആയിട്ട് പെയ്യും, പിന്നെ മാറും, അങ്ങനെയൊക്കെ ഇങ്ങനെ. പക്ഷെ ഓണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എല്ലാ വീടുകളിലും നമ്മുടെ കസിൻസൊക്കെ വരികയും അങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ചിട്ടയോടുകൂടി ഇപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ഓണം എല്ലാവരും ആഘോഷിക്കും. മാർക്കറ്റിൽ അങ്ങനെ സാധനങ്ങൾക്കൊന്നും വിലയൊന്നും കൂടിയിട്ടൊന്നുമില്ല. ചിപ്സ്, ശർക്കര വരട്ടി, കളിയടയ്ക്ക, അതുപോലത്തെ നേരത്തെ തൊട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ പായസം മിക്സും അങ്ങനത്തെ ഐറ്റംസൊക്കെ എല്ലാവരും വന്ന് ധാരാളം വാങ്ങിക്കൊണ്ട് പോകും. മാർക്കറ്റ് ഒന്ന് ഉണർന്നിട്ടുണ്ട്, കുഴപ്പമില്ലാതെ പോകും. ടൗൺ ബേക്കറിയുടെ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു നല്ല ഓണം ആശംസിക്കും. സൈജായ, ഈ പ്രാവശ്യം ഓണം എങ്ങനെയുണ്ട്? അപ്പം തിരുവോണത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണല്ലോ. അപ്പോൾ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? എന്തൊക്കെ ഡിസ്കൗണ്ടുകളാണ്? എന്താണ് ഈ പ്രാവശ്യം കസ്റ്റമർക്ക് വേണ്ടി ഒരുക്കിയേക്കുന്നത്? പച്ചക്കറി സാധനം എല്ലാം പൊതുവെ വിലക്കുറവാണ്. പിന്നെ ഏതൊക്കെയായും വളരെ വിലക്കുറവ്. ഇപ്രാവശ്യം ഓണസദ്യക്ക് എല്ലാ ഐറ്റവും പൊതുവെ വിലക്കുറവായിട്ട് തന്നെയാണ്. വില കൂടുതലൊന്നിനും അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടില്ല. പിന്നെ
നാളെ ഉത്രാട കച്ചവടത്തിന് മിക്കവാറും ചില ഐറ്റത്തിന് ചിലപ്പോൾ, അതായത് തക്കാളി, പടവലം, 2-3 ഐറ്റം ചിലപ്പം വില വ്യത്യാസം. ബാക്കിയെല്ലാം പഴയ മെതേടി തന്നെ. ഏത്തയ്ക്കാണെങ്കിൽ തന്നെ ഇപ്പം 44 രൂപയ്ക്കൊക്കെയാണ് മാർക്കറ്റുകളിൽ വിൽപ്പന കിലോ. ആ വിലയ്ക്കൊക്കെ നമ്മൾ മാർക്കറ്റുകളിലല്ല, നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുന്നു. കാരണം ഈ ഓണം ഇങ്ങനെ വൃത്തിയായിട്ട് തന്നെ പോകാൻ പറ്റി. വിലക്കുറവിലൊക്കെ ഇതുവരെയുള്ള സാധനങ്ങൾ വന്നു. ഇന്ന് കോയമ്പത്തൂരും മൈസൂറും ഒപ്പം ഇതുവരെ ലേലങ്ങൾ ആയിക്കൊണ്ടേ ഇരിക്കുന്നു. എങ്കിലേ അവിടുത്തെ മാർക്കറ്റിൻ്റെ ലെവൽ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇന്നലെ വിറ്റതിനെക്കാട്ടിലും ചില സാധനം ഇന്ന് വില കുറവിലാവുന്നിരിക്കുന്നു. നാളെ ചിലപ്പോൾ ഇച്ചിരി അല്പസ്വല്പം കൂടുതലാണ്. ഇവിടെ ഹോൾസെയിലും റീറ്റെയിലും ഉണ്ടല്ലേ? രണ്ടും ഹോൾസെയിൽ റീറ്റെയിലും ഉണ്ട്. ഈ പ്രാവശ്യം എല്ലാ വർഷത്തെ പോലെ തന്നെ ഉപ്പേരി ഒരേ വില തന്നെയാണ്. ഈ പ്രാവശ്യം പുതിയ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. ഉൾസറി ബൂട്ടോ, മൽബൽ പൂരി, സിപ്പാനിയ, മക്കറോണി അങ്ങനെയുള്ള പുതിയ ഐറ്റങ്ങൾ കുറേ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. പിന്നെ ചിപ്സൊക്കെ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. ഉപ്പേരിക്ക് ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ വിലയേ ഉള്ളൂ 360 കിലോയ്ക്ക്. ശർക്കര വരട്ടി 400 രൂപ വിലയാണ്. ക്വാളിറ്റി കൂട്ടിയാണ് ഇപ്രാവശ്യം ശർക്കര വരട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. വിദേശത്തൊക്കെ പോകുന്നവർക്കൊക്കെ ബില്ലുണ്ടല്ലോ, എല്ലാം GST ബില്ല് സഹിതമാണല്ലോ. എല്ലാവർക്കും ബില്ലുണ്ട്. പേരെന്തോ? എവിടെയാ വീട്? കോട്ടയം. എങ്ങനെയുണ്ട് ഇവിടുത്തെ തട്ടുകടയിലെ ഫുഡ്? അടിപൊളി, നല്ല. ഏതാ മോന് ഇഷ്ടപ്പെട്ട വിഭവം? ആണല്ലേ. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം ഓണം വൈബ്? മോനെ എവിടെ, ഏത് കോളേജില്ല? BM കോളേജ് അല്ലേ? ഓണാഘോഷമൊക്കെ കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഓണത്തെ കാണുന്ന ഈ പ്രാവശ്യം? ഫ്രണ്ട്സായിട്ട് ഇറങ്ങിയ? പേരെന്താ വെച്ചാ? ശിവദാസ് എന്നാണ് എൻ്റെ പേര്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? ഞങ്ങൾ ഒരു ദിവസം പോലും മുടങ്ങാതെ സമയപ്രദേശം എവിടെ ജോലി ചെയ്താലും ഇവിടെ വന്ന് ചായ കുടിച്ച് ഇവരുടെ ഈ പലഹാരത്തിൽ ഓരോന്ന് കഴിക്കുകയും. ഏതാ കഴിക്കുന്ന വെച്ചാൽ കൂടുതലും? ഉള്ളി ബോണ്ട കഴിക്കും, ഉള്ളിവട കഴിക്കും. ആണല്ലേ. പിന്നെ പരിപ്പുവട, ഇതെല്ലാം നല്ല സാധനങ്ങളാണ്. പാഴ്സൽ മേടിച്ചുകൊണ്ട് പോകുന്നതല്ല. പിന്നെ മാത്രമല്ല ഞങ്ങളിവിടെ പണിയുന്ന ആൾക്കാരും. എന്ത് ചെയ്യുന്ന വെച്ചാൽ? എനിക്ക് മേസരി പണിയാണ്. എവിടെ വീട്? എൻ്റെ വീട് ചെങ്ങന്നൂർ. കുമാറിൻ്റെ ബജിക്കടയിൽ നിന്നാണ് നല്ലൊരു ചായയും സുഖിയനും കഴിക്കുകയാണ്. ഏറ്റവും ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റി ഫുഡാണ്. നമ്മുടെ മല്ലപ്പള്ളി പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് ഈ ഷോപ്പ്. അപ്പം ഈ ഓണനാളിൽ ഒന്ന് ചില്ല് ചെയ്യാൻ ഇറങ്ങിയതാണ്. അപ്പം കൂടുതലും എല്ലാ കുട്ടികൾ തൊട്ട് എല്ലാവരും ഇവിടെ കടന്നു വരാറുണ്ട്. അപ്പം ഏറ്റവും തിരക്കുള്ള ഒരു പ്രൈവറ്റ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ കട. നിങ്ങൾക്ക് നല്ല ഭക്ഷണങ്ങൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വൈകിട്ടൊക്കെ കടന്നു വരിക. രാവിലെ തൊട്ട് വൈകിട്ട് വരെ പ്രവർത്തിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊക്കെ വലിയ കുഴപ്പമില്ല. എന്തൊക്കെ ഐറ്റംസുകളാണ് കൂടുതലും പോകുന്നത്? ഉഴുന്നവട, ബോണ്ടായോ, ഏത്തക്കാപ്പം അങ്ങനത്തെ ഐറ്റം പോകുന്നു. ആണല്ലേ. ഈ ഓണനാളിൽ എങ്ങനെയുണ്ട് സെയിലൊക്കെ? വലിയ കുഴപ്പമില്ല, ഒരുമാതിരി രീതിയിൽ പോകുന്നുണ്ട്. ആണല്ലേ. ഓണത്തിന് എങ്ങനെയാണ്, പിള്ളേരാണോ കൂടുതലും വരുന്നത്? എങ്ങനെയാണ്? എല്ലാവരും സ്കൂൾ പിള്ളേർ വരുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ സ്ഥിര കസ്റ്റമർ നമുക്ക് ഒത്തിരി പേരുണ്ട്. എപ്പോഴാണ് സമയമൊക്കെ ഇതിൻ്റെ കട? രാവിലെ 8 മണിയാകുമ്പോൾ തുറക്കും, രാത്രി 8 മണി 8:30 ആകുമ്പോൾ തീരും അല്ലേ? പേരെങ്ങനെയാ വെച്ചാൽ? ശ്രീനിവാസൻ. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം മല്ലപ്പള്ളിയിലൊരു ഓണം? ഓട്ടോ ഒക്കെ എങ്ങനെയുണ്ട്? ഓട്ടോ ഒക്കെ കുറവാണ്. പിന്നെ കഴിഞ്ഞ 2 ദിവസം ഓട്ടോ ഉണ്ടായിരുന്നു, 2 ദിവസമായിട്ട് ഓട്ടോ ഇല്ല. ഏത്തയ്ക്കൊക്കെ വില കുറവുണ്ട്. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യം ഓണം? എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടമൊന്നും തരക്കേടില്ല, കുഴപ്പമില്ലാതെ പോകുന്നു. എങ്ങനെയാണ് ആൾക്കാരുടെ ഒരു പർച്ചേസ് ഒക്കെ ഇപ്പം? തുടങ്ങിയിട്ടില്ല. മീൻ അല്പം വില കൂടുതലും വിലയൊക്കെ കുറഞ്ഞു വരണം. ഓണമൊക്കെ അല്ലേ. ഇപ്പം ഏതൊക്കെ മീനാണ് വരവ്? മത്തി, കിളി, ചൂട, അയല ഇതെല്ലാം വരുന്നുണ്ട്. ഓണത്തിൻ്റെ കച്ചവടം പ്രതീക്ഷയോടെ കാണുകയാണ്. ഓണക്കച്ചവടം ഈ പ്രാവശ്യം എങ്ങനെയുണ്ട് ഓണം? ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എന്തൊക്കെ ഐറ്റംസാണ് നമ്മുടെ കടയിലുള്ളത്? എല്ലാ ഐറ്റം, പച്ചക്കറി ഉണ്ട്,
ഫ്രൂട്ട്സ് ഉണ്ട്. ഏത്തക്ക ഇപ്രാവശ്യം വലിയ വിലയൊന്നുമില്ല. എത്ര ഇപ്പം ഏതൊക്കെയാക്കി ഇവിടെ? ഇപ്പോൾ ഇവിടെ 50 രൂപ പച്ച. 50 രൂപ കിലോയ്ക്ക്. നാടനാണോ? നാടനില്ല, നാടൻ ഭയങ്കര വിലയാണ്. 80 രൂപയ്ക്ക് മേളിൽ വിൽക്കണം. ആണ്. അപ്പോൾ ഇത് എവിടെ നിന്നുള്ളതാണ്? കർണാടക. ഓക്കെ. വറക്കാനൊക്കെ 50 രൂപയേ ഉള്ളൂ കിലോയ്ക്ക്. 50 രൂപ. ഓക്കെ. എങ്ങനെയുണ്ട് മോനെ ഇപ്രാവശ്യത്തെ ഓണമൊക്കെ? ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ് വളരെ മോശമൊന്നും പറയാൻ പറ്റത്തില്ല, വളരെ നല്ലതൊന്നും പറയാൻ പറ്റത്തില്ല. വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. ആണല്ലോ. ഈ പ്രാവശ്യത്തെ ട്രെൻഡിങ് എങ്ങനെയാണ് സംഭവം? ട്രെൻഡിങ്ങുകൾ വലിയ കുഴപ്പമില്ലാതാണ്. എല്ലാം സാധനങ്ങളെല്ലാം അപ്ഡേറ്റ് ആണ്, സ്റ്റോക്കുകളുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ എൻട്രി വളരെ കുറവാണ്. ആണല്ലേ. അതിൻ്റെ ഒരു തിരക്കിലോട്ട് വന്നിട്ടില്ല. ഉടനെ എത്തുമെന്നുള്ള പ്രതീക്ഷയില്ല അല്ലേ? ഉടനെ എത്തും, 2 ദിവസത്തിനകം തിരക്കാവും. തിരുവോണത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ അല്ലേ? ഓക്കെ. എന്തൊക്കെയുണ്ട് നമ്മുടെ കടയിൽ? നമുക്ക് ചെരുപ്പ് ഐറ്റംസ്, ഫുഡ്വെയർ ഫുള്ളുണ്ട്, ബാഗ്, കുട, ട്രോളി ഐറ്റംസ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. അച്ഛാ പേരെങ്ങനെ? സുരേഷ് കുമാർ. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ കച്ചവടം? പൂവിനെ കുറിച്ചോ സ്റ്റോക്ക് ഉണ്ടോ? എങ്ങനെ ആൾക്കാരുടെ ഒരു പ്രതികരണം? ഇപ്പോഴേ എനിക്ക് നല്ല കച്ചവടമുണ്ട് എന്ന് തോന്നുന്നു. ഏതൊക്കെ പൂക്കളാച്ചാ കൂടുതലും പോകുന്നത്? ബന്ദി, ജമന്തി, റോസ്, വാടാമുല്ല, അതിലാണ് കൂടുതലും പോകുന്നത്. പൂക്കളം ഇടാനും മറ്റുമൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നത്. ഓണാഘോഷം ഇല്ലെന്ന് പറഞ്ഞാലും ചെറിയ തോതിലെങ്കിലും ആൾക്കാരെല്ലാം പൂക്കളം ഇട്ട് സഹകരിക്കുന്നുണ്ട്. പിന്നെ മുല്ലപ്പൂ കൂടുതൽ പോകുന്നുണ്ട്. അല്ലേ? ബിജോമോനെ എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ഓണമൊക്കെ? ഈ 3G മൊബൈൽ ഈ പ്രാവശ്യം കസ്റ്റമേഴ്സിന് വേണ്ടി എന്തൊക്കെ ഓഫറുകളാണ്, എന്തൊക്കെയാണ് ഒരുക്കിയേക്കുന്നത്? ഓണം അടിപൊളിയായിട്ട് പോകുന്നു. ഓണത്തിൻ്റെ കച്ചവടവും കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മല്ലപ്പള്ളിയിലെ നമ്മൾ 17ാമത്തെ വർഷമാണ് നമ്മുടെ ഷോപ്പ്. നമുക്ക് അന്ന് മുതൽ ഇന്ന് വരെയും നമുക്ക് കസ്റ്റമേഴ്സ് എല്ലാം വരുന്നു. അവർക്ക് ആവശ്യത്തിനുള്ള ഓഫറുകളെല്ലാം ഈ പറഞ്ഞു പറ്റിയിട്ടും കാര്യങ്ങളൊന്നുമല്ല, ഉള്ള ഓഫറായിട്ട് തന്നെ നമ്മളവർക്ക് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള കച്ചവടവും കാര്യങ്ങളും. പിന്നെ നമ്മുടെ മൊബൈൽ, അതുപോലെ തന്നെ ആക്സസറീസ് ഐറ്റംസ് എല്ലാത്തിനും നമുക്ക് റേറ്റ് കുറവുള്ള സാധനങ്ങളുമുണ്ട്, ഓഫറുള്ള സാധനങ്ങളുണ്ട്. എല്ലാ രീതിയിലുമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെൽമെറ്റിൻ്റെ സെയിലും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കേണ്ടി വരത്തില്ല. അതിമനോഹരമായ സമ്മാനങ്ങളും അതിമനോഹരമായ ഓഫറുകളും അതായത് നല്ല സർവീസുകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ വീണ്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ഓണം ആശംസിക്കുന്നു. സൂരജ് ബ്രോ, ഈ പ്രാവശ്യത്തെ ഓണത്തിന് കോണാട്ട് എന്തൊക്കെ പ്രത്യേകതകളാണ് കസ്റ്റമർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്? എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ഒരു വൈബ് ഓണത്തിൻ്റെ? നമ്മുടെ കോനാട്ട് ഗ്രൂപ്പ് പ്രാവശ്യം ഓണത്തിനായിട്ട് നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ എല്ലാ ബ്രാൻഡിൻ്റെയും ഡിസ്കൗണ്ട് ഓഫറുകൾ, അതായത് 70% വരെ ബ്രാൻഡഡ് പ്രൊഡക്റ്റുകൾ ഡിസ്കൗണ്ട്, അതാണ് ഇപ്രാവശ്യം നമ്മുടെ കോനാട്ട് ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൂടാതെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും നല്ല രീതിയിൽ ഗിഫ്റ്റുകൾ കൊടുക്കുക എന്നൊരു ദൗത്യം കൂടി നമ്മൾ ഇപ്രാവശ്യം ഏറ്റെടുത്തിട്ടുണ്ട്. അതും കൂടാതെ 1 കോടി രൂപയുടെ വരെ സമ്മാനങ്ങൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മൈക്രോവേവ് ഓവൻ, അതുകൂടാതെ സ്മാർട്ട് ഫോൺ, സ്വർണ്ണ നാണയങ്ങൾ തുടങ്ങി അനവധി ഓഫറുകൾ നമ്മൾ ഇപ്രാവശ്യം കസ്റ്റമേഴ്സിന് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് വെച്ചാൽ ഈ പ്രാവശ്യത്തെ ഓണം? എങ്ങനെയാണ് ഈ ഓണത്തിൽ കാണുന്ന ആൾക്കാരുടെ പർച്ചേസ്, ഡിസ്കൗണ്ട് ഒക്കെ എന്തൊക്കെയുണ്ട് നമ്മുടെ കടകളിൽ? നമ്മുടെ കടയിൽ അത്യാവശ്യം എല്ലാ സാധനങ്ങളും തന്നെയുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങൾക്കും സാധാരണ സൂപ്പർ മാർക്കറ്റിനെ അപേക്ഷിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസിന് പ്രത്യേകിച്ച് ഡിസ്കൗണ്ട് ഉണ്ട്. അടുക്കള ഉപകരണങ്ങൾക്ക് ഗ്യാസ് സ്റ്റവ്, കുക്കർ, അപ്പച്ചട്ടി അതുപോലുള്ള സാധനങ്ങൾക്കെല്ലാം നല്ല ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. നമ്മളൊരു 40% 30% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വർഷം അത്ര മോശമല്ല എന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവരും നല്ല ബിസിനസ് പ്രതീക്ഷിക്കുന്ന ഈ വർഷം. ഇങ്ങനെ പോകുന്നു, സാധനങ്ങളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. നല്ലൊരു ഓണമാകട്ടെ കേട്ടോ. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും നിങ്ങൾ മറക്കല്ല്. എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഓണ ആശംസകൾ നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ ടു യു ഓൾ. താങ്ക് യു.